മലയാള സിനിമയിൽ ഇപ്പോൾ ദർശന പറഞ്ഞ നായിക പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടുന്നില്ല എന്ന്. പക്ഷെ ലോക സിനിമയിൽ ആക്ച്വലി കല്യാണ പ്രിയദർശൻ അതൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മാത്രം കൊടുത്താൽ മതിയോ അതോ എല്ലാവർക്കും അങ്ങനെ വേണമെന്നുണ്ടോ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ സ്ത്രീകളായിട്ട് മാത്രം ഇരുന്നാൽ മതിയോ? എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ തന്നെ ഇപ്പം ഞാൻ കർത്താവെ ക്രിയ കർമ്മ മൂവിയിൽ പറയുമ്പം ഞാനാണ് നായിക. പക്ഷെ നായിക പ്രാധാന്യമായ സബ്ജക്റ്റ് അല്ല അത്. അതിൽ ശരിക്കും പറഞ്ഞാൽ നായകന് തന്നെയാണ് പ്രാധാന്യം. പിന്നെ നമുക്ക് കിട്ടുന്ന സബ്ജക്ട്സ് ആണ്, എനിക്കൊന്ന് മലയാളത്തിൽ കൂടുതലും മെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് തന്നെയാണ്. പിന്നെ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് ഇപ്പം ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഹൗ ദ ക്രൂ ഗോസ് കൂടുതലും എല്ലാം ക്ഷമയോടെ കേൾക്കുന്ന നായകന്മാരായിരിക്കും. അവരായിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ഓൺ ആക്കുന്നതും പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നതും. നായകന്മാർ ശരിക്കും അവരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും നായകന്മാർ. ചിലപ്പോൾ ആ സ്പോട്ടിലായിരിക്കും നമ്മളോട് ക്യാരക്ടർ. നമ്മൾ കൂടുതൽ ഇതിൻ്റെ പുറകെ വർക്കപ്പ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം. ബിക്കോസ് ഇപ്പോൾ എന്നെ വിളിക്കുന്നവരും ഇന്നൊരു ക്യാരക്ടറുണ്ട് ഡയറക്ടർ, ആ സ്പോട്ടിലായിരിക്കും ഞാൻ എത്തുന്നത്. പക്ഷെ അവർ ചിലപ്പോൾ ഇതിൻ്റെ ത്രൂ ഔട്ട് വർഷങ്ങളായിട്ട് അവരതിൻ്റെ മെനക്കെട്ട് അവരതിനെ വർക്കപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി ആ ഇമ്പോർട്ടൻസ് അവർക്ക് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. എന്നാൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് എത്ര നല്ല മനോഹരമായ സിനിമകളുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലും മെയിൽ ഡോമിനേറ്റിംഗ് മൂവീസാണ് ഞാനും മലയാളത്തിൽ കണ്ടുവരുന്നത്. ഇതുപോലെ മെയിൽ ഓറിയൻറ്റഡ് ആൾക്കാർ ബിച്ചു നടത്തുന്ന പേഴ്സണലി അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പല അനുഭവം ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ എനിക്കില്ല. ഞാൻ വർക്ക് ചെയ്ത എല്ലാ ക്രൂവും വളരെ നല്ല ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി തന്നെ. ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ചെറിയ മൂവീസാണ്, ബഡ്ജറ്റ് ഓറിയൻറ്റഡ് മൂവീസാണ്. സോ ഇറ്റ്സ് ലൈക്ക് എനിക്കൊരു സെക്കൻഡ് ഹോം പോലെ. എവിടെ ചെന്നാലും ദേ ഓൾ ടേക്ക് ഗുഡ് കെയർ ഓഫ് മീ. നമുക്ക് റെസ്പെക്റ്റ് തരും. എന്താ പറയുക, എനിക്ക് അങ്ങനെ ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ സിൻസ് ഐ എം എ ഫാമിലി ലേഡി, ഞാൻ ഒരുപാടൊന്നും ഫിലിമിൻ്റെ പുറകെ പോയിട്ട് ആ സമയത്ത് ക്യാരക്ടർ എന്താണ് ചെല്ലും, അഭിനയിക്കും, തിരിച്ചു വരും. അല്ലാണ്ട് നമ്മളിതിൻ്റെ പുറകെ ഒത്തിരി നടക്കാൻ പറ്റുന്നില്ല. മിഡ് സ്കൂളിലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സോ ഐ ഹാവ് ടു നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇതിൻ്റെ പുറം അങ്ങനെ അടിച്ചമർത്തൽ ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ചെല്ലുക, അഭിനയിക്കുക, തിരിച്ചു വരിക. പിന്നെ ഒരുപാട് ഞാൻ വർക്കപ്പ് ചെയ്യാറില്ല ഇതിൻ്റെ പുറകെ. അങ്ങനെ നമുക്കറിയാലോ അതിൻ്റെ ഒന്നും ടൈം നമുക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. സാധാരണ ഷാർജയിൽ പഠിച്ചു വളർന്ന ഒരു സ്ത്രീയാണല്ലോ മാം. ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു ഫിസിഷ്യനായിട്ട് ഒരു പ്രൊഫഷണൽ അടക്കമുണ്ട്. പിന്നെന്താണ് ഒരു സിനിമ എന്നുള്ളത്? ആക്ച്വലി ഞാൻ ഷാർജയിലാണ് പഠിച്ചത്. സ്കൂളിംഗ് മൊത്തം ഷാർജയിലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രം ഓൾ സയൻസ് കോളേജിലാണ് പഠിച്ചത്. സോ കംപ്ലീറ്റ് ഗൾഫ് ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് MBA ഷാർജയിൽ തന്നെയാണ് ചെയ്തത്. സോ ഐ വാസ് വർക്കിംഗ് ദർ. ദെൻ ഐ ഗോട്ട് മാരീഡ്. പിന്നെ ഇപ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് ലൈക്ക് ഞാൻ ഇതിൽ ആരോഗ്യം മനോരമ വനിതയിലൊക്കെ എൻ്റെ കുറേ ഫോട്ടോസ് വന്നു. ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഫോട്ടോസൊക്കെ കണ്ട് എന്നെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിച്ചത്. സോ അവിടെ നമ്മളെ തന്നെ കുറേ പേര് ഫെമിലിയർ ആവുമല്ലോ. അപ്പോൾ അവിടുന്ന് സ്മോൾ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ അവിടെ എൻ്റെ ഹസ്ബൻഡായിട്ട് വന്ന ശ്രീ ബിനോയ് വെള്ളൂരാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു മോസ്കോ കവല. അപ്പോൾ പുള്ളി അതിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് വിളിച്ചു. അപ്പോൾ അവിടുന്ന് അടുത്ത ഫിലിം നമ്പറെ കൂടെ ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓഡീഷൻസിനൊന്നും പോയിട്ടില്ല, കോൺടാക്ട്സ് വഴി മാത്രമേ പോയിട്ടുള്ളൂ. സോ ഐ എം ഹാപ്പി ബിക്കോസ് കിട്ടിയതൊക്കെ നല്ല ഫിലിംസാണ്, നല്ല ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. സോ ദാറ്റ്സ് ബിഗ് ഗോഡ്സ് ബ്ലെസ്സിങ്. പിന്നെ ഞാനൊരു അൺനോൺ ക്രൂയിലേക്കും പോയിട്ടില്ല. ഇപ്പം ഞാൻ ചെല്ലുന്നവർക്ക് എല്ലാവർക്കും എന്നെ പേഴ്സണലി അറിയാം, എൻ്റെ ഫാമിലി നന്നായി അറിയാം. പിന്നെ എനിക്കും അവരെയൊക്കെ അറിയാം. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. എനിക്കൊരു ഹോം സിക്നെസ് എവിടെ ചെന്നാലും സെക്കൻഡ് ഹോം പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ ഒരു അടിച്ചമർത്തൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇല്ല, പുള്ളിക്ക് സമയമില്ലെന്നുള്ളൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പുള്ളി നല്ല സപ്പോർട്ട്. ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാരണം മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിതെല്ലാം കാര്യം ഹീസ് എ ഡോക്ടർ, വെരി ബിസി ഇൻ ഹിസ് പ്രൊഫഷൻ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സമയമൊന്നും പുള്ളിക്കില്ല. എന്നിട്ടും എങ്ങനെ വരുമ്പോൾ എന്നോടൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മിസ്സാക്കരുതെന്നേ പറയുള്ളൂ. വൈ? ബിക്കോസ് ദിസ് ഫീൽഡ് ഇസ് വെരി കോമ്പറ്റേറ്റീവ്. ഇപ്പം നമ്മൾ ഫിലിംസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നായകന്മാർ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ നായകന്മാർ 1-2 മൂവീസ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. എന്നിട്ടും നമ്മളെ തേടി ഓരോരുത്തർ വിളിക്കുമ്പോൾ ഹസ് എപ്പോഴും പറയും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ചിലപ്പോൾ പിള്ളേരുടെ എക്സാം ആയിരിക്കും, ചിലപ്പോൾ പിള്ളേർക്ക് പനിയായിരിക്കും. സോ ഞാനിങ്ങനെ ഹെസിറ്റൻ്റ് ആയിരിക്കും, പോകണോ വേണ്ട. അപ്പോഴും പറയും ഓപ്പർച്യൂണിറ്റീസ് കളയരുത്, പോകണമെന്നേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പുള്ളിക്ക് സമയമില്ല. ഇന്നിപ്പോൾ പുള്ളി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. പിന്നെ ഹേ ലവ്സ്. പിന്നെ സിനിമ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്ട്രെസ് ലൈഫിൽ അതൊരു ഭയങ്കര റിലാക്സേഷൻ അല്ലേ. സോ ഡെഫിനറ്റ്ലി വി ഓൾ ലവ് സിനിമ അല്ലേ.